ചേച്ചി പറ്റുന്നില്ല. ഇതാരുടെ മൊബൈല്? അതെന്റെ മൊബൈലാ. എടുക്ക്. അത്യാവശ്യക്കാരെങ്കിലും ആയിരിക്കും. ഹലോ മീനാക്ഷി, ഒരു സീരിയസ് കാര്യം പറയാനാ വിളിച്ചത്. എന്താ അവണി? മീനാക്ഷി, ഇവിടെ ഒരു മുറിയില് മൈഥിലി ചേച്ചി പ്രസവവേദന കൊണ്ട് കരയാ. എത്രയും പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്താ എന്താ മോളെ, എന്താ കാര്യം? നീ കാര്യം പറ കുട്ടി. എന്താ കൊച്ചെ പറ. മൈഥിലി ചേച്ചിക്ക് പ്രസവ വേദനയാ. എന്റെ ഫ്രണ്ട്സാ കണ്ടത്. അപ്പുറത്തൊരു മുറിയിലുണ്ട്. മാലുവാ മോളെ ചെല്ലേ. മൈഥിലിയെ ഒന്ന് വിളിക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കേ. എന്റെ ആൾക്കാർ നിന്നെ പുറത്തിറക്കും. നീ മൈഥിലിയെയും കൂട്ടി പോകാനുള്ള സാഹസമൊന്നും കാണിക്കണ്ട. മൈഥിലിയെ പിന്നീട് ഞാൻ നിന്റെ അടുത്ത് എത്തിച്ചിരിക്കും. രൂപ 1.5 കോടി ലോട്ടറി അടിച്ച പോലെ. മോളെ മീനാക്ഷി, നിനക്ക് നന്ദി. അയ്യോ മോളെ, മൈഥിലി, മൈഥിലി മോളെ, 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 മൈഥിലി ഒന്നുമില്ല. മോളെ മൈഥിലി, മോളെ മൈഥിലി, മൈഥിലി, മോളെ പേടിക്കണ്ട ചേച്ചി. മൈഥിലി, 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 മൈഥിലി ഒന്ന് മാറി. മോളെ, മോളെ,
കല്യാണ സ്ഥലത്ത് ഒരു കൂട്ടത്തല്ല് നടക്കും. മോനെ കാർത്തികേ, കാറ് വേഗം കൊണ്ടുവാ. നമുക്ക് മൈഥിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. ഒന്ന് നിന്നേ. അമ്മയ്ക്കെന്നെ മനസ്സിലായില്ലേ? അല്ല, ഇത് മുല്ലക്കാട്ട് സുഭദ്രയല്ലേ? ഓ, സുഭദ്ര ദൈവം കൊണ്ട് എത്തിച്ചതാണല്ലോ ഇവിടെ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ അല്ലേ സുഭദ്രേ? മൈഥിലി മോളെ. അതിനുള്ള സമയം ഇനി ഇല്ല അമ്മേ. ഇനി ഏത് സമയത്തും ഡെലിവറി നടക്കാം. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവല്ലേ? കൊണ്ടുപോകുന്ന കാറിൽ വെച്ച് പ്രസവം നടന്നാലോ? അയ്യോ അയ്യോ ഈശ്വര. ഇക്കാര്യം ഞാൻ ഏറ്റു, പേടിക്കണ്ട. അല്ല, അത് എന്നെ കുറിച്ച് നിങ്ങൾക്കാർക്കും അറിയാത്തോണ്ടാ. അമ്മ പറഞ്ഞു തരും. മോളെ ഒന്നുമില്ല. ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാ സുഭദ്ര. വർഷങ്ങളായി ലേബർ റൂമിന്റെ ചാർജാ. പേടിക്കണ്ട. നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി. ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. ആ, എല്ലാവരും പുറത്തേക്ക് പൊയ്ക്കോ. വാ വാ വാ. പേടിക്കണ്ട കേട്ടോ. വന്നേ. സൂക്ഷിച്ച്. പുറത്തേക്ക് നിൽക്ക്. ആ, കരയാതെ മോളെ. കുറച്ചു നേരത്തേക്ക് ഈ വേദന അനുഭവിച്ചേ പറ്റൂ. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതല്ലേ നല്ലത്. എന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു വെച്ചാ. അതിന്റെ സമയം കഴിഞ്ഞു പോയിന്നല്ലേ അവര് പറഞ്ഞേ. പ്രസവം എടുക്കുന്ന നേഴ്സാ അവര്, പുന്നക്കാട്ടെ സുഭദ്ര. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാറിൽ വെച്ച് പ്രസവിക്കുമെന്നാ അവര് പറയുന്നേ. എന്തായാലും അവര് എക്സ്പെർട്ടാ. നമുക്ക് അവരെ വിശ്വസിക്കാം. മോനെ കാർത്തിക്, അമ്മേ, മോൻ വിഷമിക്കണ്ട. ഇല്ല, മൈഥിലിക്ക് ഒന്നും പറ്റില്ല. സമാധാനായിട്ടിരിക്കെ. ഡെലിവറി ഡേറ്റ് ആയില്ലല്ലോ. ആയിട്ടില്ല. എന്നാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്താ സുഭദ്രേ? എനിക്ക് സഹായത്തിന് ആരെങ്കിലും ഒരു രണ്ടുപേര് ഒന്ന് അകത്തേക്ക് വരണം. ഞാൻ വരാം. ഞാനും വരാം. വാ. എന്റെ ദൈവമേ രക്ഷിക്കണേ. മോനെ, നീ ഒന്ന് സമാധാനപ്പെട്. മോളെ പേടിക്കാതെ, സാരമില്ല. മോളെ പേടിക്കാതെ. മൈഥിലി ചേച്ചി, മൈഥിലി ചേച്ചി. മോളെ, ഇത് പ്രസവവേദനയാ. നല്ലൊരു കുട്ടിയെ കിട്ടാൻ വേദന കുറച്ച് സഹിക്കണം. മൈഥിലി ചേച്ചി. കുറച്ച് പ്രഷർ കൊടുക്കും മോളെ. നല്ലൊരു കുട്ടിയെ കിട്ടണ്ടേ, കുറച്ച് വേദന സഹിക്കും മോളെ. മോളെ, മൈഥിലി ചേച്ചി.
മരുമകളെ ശ്രദ്ധിക്കേണ്ടത് അമ്മായിയമ്മയുടെ ചുമതലയായിരുന്നു. അതിന് എന്റെ ഭാര്യയ്ക്ക് ഇവിടെ നേരം. ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന ഒരു മരുമകളും എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഓ, നിന്നെ അല്ലാതെ മറ്റാരെയാ ഞാൻ പറയേണ്ടത്? രാമേട്ടാ, ഇവിടെ നമ്മൾ കുടുംബക്കാർ മാത്രമല്ല നീ ഉള്ളത്. ഒന്നും മിണ്ടാതിരിക്കെ. നമ്മൾ ക്ഷണിച്ചു വരുത്തിയ അതിഥികളുണ്ട്. വെറുതെ മലർന്നു കിടന്ന് തുപ്പല്ലേ. മോളെ മൈഥിലി, ഈ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ മോശോ? ഇതിന്റെ ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നോ? മറ്റാരെങ്കിലും വിളിക്കണോ? അതിന്റെ അർത്ഥം എന്നെ വിശ്വാസം ഇല്ലെന്നല്ലേ? ഞാൻ ജനറൽ ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാ. കുട്ടി എത്ര പ്രസവിച്ചിട്ടുണ്ട്? ഇത് പ്രസവം രണ്ട് പാത്രമാവുന്ന അവസ്ഥ. വേദനയുണ്ടാവും. മോളെ സാരമില്ല. അയ്യോ ചേച്ചി, മോളെ ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. പേടിക്കണ്ട. നീ സമാധാനപ്പെട. നിങ്ങൾ അവനോട് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ. വെറുതെ ദൈവമേ, കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്യും മോളെ, കുറച്ചുകൂടെ. മൈഥിലി പതുക്കെ. ഇപ്പൊ കഴിയും മോളെ, കുറച്ചുകൂടെ. പതുക്കെ. ചേച്ചി, ഒന്നുമില്ല മോളെ. മോളെ കുറച്ചുകൂടെ, കുറച്ചുകൂടെ പുഷ് ചെയ്തോ മോളെ. കുറച്ചുകൂടെ. മോളെ ഇപ്പൊ കഴിയും. മോളെ മൈഥിലി, വേദന കൂടാൻ തോന്നുന്നു. മോളെ ഒന്നുകൂടെ ഒന്ന് പുഷ് ചെയ്തേ. പതുക്കെ. അങ്ങനെ തന്നെ. ചേച്ചി ഒന്നുമില്ല. പ്രസവിച്ചു, പ്രസവിച്ചു. എന്റെ ദേവി, മോനെ, എന്റെ പൊന്നു മോൻ ഇന്ന് മുതലേ അച്ഛന്. അമ്മേ, സാവിത്രി, കാർത്തിമോനെ, മൈഥിലി പ്രസവിച്ചു. ഈശ്വര, കുട്ടി പെൺകുട്ടിയാ. അമ്മയ്ക്ക് മോൾക്ക് ഒരു കുഴപ്പമില്ല. ഓ എന്റെ ദേവി. രാജലക്ഷ്മി, ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ നീ മുത്തശ്ശിയും ഞാൻ മുത്തശ്ശനുമായത്. ഇനി നമുക്ക് രണ്ടുപേർക്കും രാമായണം വായിച്ച് പൂമുഖത്ത് കൂടാം. മോനെ, പ്രസവിച്ച മൈഥിലിയേക്കാൾ വേദന മീനാക്ഷിക്കായിരുന്നല്ലോ.
ഇതാ അതിനുള്ള സമ്മാനം മേടിച്ചോ. ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ദൈവം തന്നതാ. ആദ്യം എടുക്കുന്ന ആളോടായിരിക്കും കുഞ്ഞിന് കൂടുതൽ അടുപ്പം. അത് മറക്കണ്ട. എന്റെ ACP അച്ഛാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. കുഞ്ഞിനെ ഉടനെ തന്നെ കാണാൻ പറ്റും. അവരിപ്പോ കൊണ്ടുവരും. നീ കുഞ്ഞിനോട് പോലീസ് മുറയിലൊന്നും പെരുമാറിയേക്കല്ലേ? ഒന്ന് പോടാ. അമ്മേ, കാണിച്ചു കൊടുക്കുമ്പോളെ കുഞ്ഞിന്റെ അച്ഛനെ. ഇനി തന്നെ സൂക്ഷിച്ച്. എല്ലാവരെയും കാണിച്ചു കൊടുക്ക. അപ്പൂപ്പനെയും അമ്മൂമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ. പൊന്നും മോള്. മീനാക്ഷി സൂക്ഷിച്ച്. അച്ഛന്റെ ചായയല്ലേ ഇവൾക്ക്? കാർത്തിക്കിന്റെ. ഏയ്, എനിക്ക് തോന്നുന്നത് കുട്ടിക്ക് അതിന്റെ അമ്മൂമ്മയുടെ ചായയാണെന്നാ. സാവിത്രി ചേച്ചിയുടെ. നീ എന്നെ അതൊന്ന് കളിയാക്കിയതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കുട്ടിക്ക് അതിന്റെ അമ്മയുടെയും അച്ഛന്റെയും ചായയല്ലേ വരൂ. അതാണല്ലോ അതിന്റെ ശരീരശാസ്ത്രം. ഇന്നെന്തായാലും ചെമ്പകമംഗലത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. എല്ലാം കൊണ്ടും നല്ല ദിവസം. രണ്ട് വിശേഷപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് സംഭവിക്കാൻ പോകുന്നു.